നമുക്ക് നാളെ ഒരു കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഗ്ലോ നമ്മുടെ ഫേസിന് കിട്ടണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ബ്ലീച്ച് തന്നെയാണ്. അപ്പോൾ ബ്ലീച്ചിൽ ഏറ്റവും നല്ലത് ഗോൾഡ് ബ്ലീച്ച് ആണ്. അപ്പൊ നമുക്കൊരു ഗോൾഡ് ബ്ലീച്ച് നടത്തിയാലോ? ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമുക്ക് വീട്ടിൽ എങ്ങനെ ബ്ലീച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നാച്ചുറൽ ബ്ലീച്ച് അല്ല, ഇത് ഫെമ്മിന്റെ ബ്ലീച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ ബ്ലീച്ച് ചെയ്യാന്ന്. അപ്പോൾ ഈ ഫെമ്മിന്റെ ബോക്സിൽ തന്നെ അതിന്റെ ബ്ലീച്ചിന്റെ സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി ചെയ്യാം. പിന്നെ അഡീഷണൽ ആയിട്ട് ഞാൻ അതിൽ കുറച്ച് സ്റ്റെപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്ലൻസിങ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ഫേസ് പാക്ക് ആണെങ്കിലും ഫേഷ്യലാണെങ്കിലൊക്കെ നമ്മൾ ഫേസ് ആദ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഞാനിവിടെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള സാധനം ഉപയോഗിച്ച് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആവി പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ചെയ്യുക. അപ്പോൾ നമ്മുടെ മുഖത്തുള്ള ഓപ്പൺ പോസ് ഒക്കെ ഒന്ന് തുറന്നു വരികയും, അതായത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രബ് ചെയ്യുന്നതാണ്. അപ്പോൾ ഉള്ളിലുള്ള ആ മാലിന്യങ്ങളെല്ലാം, ആ പോസിനുള്ളിലുള്ള മാലിന്യങ്ങളെല്ലാം പോവുകയും ചെയ്യും. പിന്നെ നമ്മുടെ ബ്ലീച്ചിന് മുമ്പ് നമുക്ക് ഇടാനുള്ള ഒരു ക്രീം അതിലുണ്ട്, പ്രീ ബ്ലീച്ച് ക്രീമാണ്. അപ്പോൾ ആ ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മാക്സിമം നിങ്ങൾ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലീച്ച് ഇടാം. അപ്പോൾ ബ്ലീച്ച് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കരുത്, അത് ഉണങ്ങുന്നവരെ അങ്ങനെ മിണ്ടാതിരിക്കുക. പിന്നെ ബ്ലീച്ച് ഇടുമ്പോൾ ഈ ഐബ്രോസിലൊന്നും ആവാതെ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ കണ്ണിന് താഴെ ഒക്കെ ഇവിടെ എന്ന് വെച്ചാൽ ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നും. അതുകൊണ്ട് ഈ ഏരിയ നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാത്തവർക്ക് ഇടാം, അല്ലാതെ നോർമലി ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബ്ലീച്ച് ഇട്ട് കഴിഞ്ഞു. അങ്ങനെ ബ്ലീച്ച് ഇട്ട് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് വാഷ് ചെയ്യുക, സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം. അത് കഴിഞ്ഞിട്ട് അതിൽ ഒരു പോസ്റ്റ് ബ്ലീച്ച് ക്രീം ഉണ്ട്, ആ ക്രീം ഇടുക. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്ലീച്ച് ഇട്ട് കഴിഞ്ഞാൽ വെയിൽ കൊള്ളരുത്, അപ്പോൾ നമുക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടില്ല. എപ്പോഴും ബ്ലീച്ച് ഇടുന്നത് രാത്രിയാക്കാൻ നോക്കുക, അപ്പോൾ നമുക്ക് വെയിൽ കൊള്ളേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ അഥവാ ഇനി പുറത്തിറങ്ങേണ്ട ഒരു അവസ്ഥ വരിക എന്നുണ്ടെങ്കിൽ കുട ചൂടുക, അല്ലെങ്കിൽ മുഖം മറയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ക്ലൻസിങ്ങിലേക്ക്, അതായത് ഞാൻ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടാണ് മുഖം കഴുകാൻ പോണത്. അപ്പോൾ അതിലേക്ക് കിടക്കാം. നമ്മൾ ഫേസ് ഒന്ന് നനയ്ക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പച്ചവെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇത് സ്പ്രേ ബോട്ടിലാക്കിയെന്നേ ഉള്ളൂ. ഇതാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫേസ് വാഷ്. ഇനി നമുക്ക് ഫേസ് വാഷ് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് നേരം മസാജ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം നമുക്ക്. അപ്പോൾ മസാജിങ് കഴിഞ്ഞു, പച്ചവെള്ളത്തിൽ ഞാൻ മുഖം കഴുകി. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ആവി പിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് ആവി പിടിച്ചിട്ട് വരാം. തിളപ്പിച്ച വെള്ളമാണ് ആവി പിടിക്കാൻ എടുക്കേണ്ടത്. ഇപ്പോൾ വെള്ളത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു തുളസിയിലൊക്കെ ഇടാം. അപ്പോൾ ഞാനൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഈ വെള്ളം എടുക്കുന്ന പാത്രം ഒരു നാരോ നെക്കുള്ള പാത്രം എടുക്കുന്നതാണ് നല്ലത്. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെയല്ല എടുത്തിട്ടുള്ളത്. ഒരു 5-10 മിനിറ്റ് നേരം ആവി പിടിക്കാം. കണ്ടില്ലേ, ആകെ വേർത്ത് വിളിച്ചു. അപ്പോൾ നന്നായിട്ട് ആവിയുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് സ്ക്രബ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഇന്നൊരു നാച്ചുറൽ സ്ക്രബാണ് ഇടുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കടലമാവ്, ഓട്സ്, റോസ് വാട്ടർ, ഷുഗർ, ഈ 4 സംഭവമാണ് ഈ സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ കടലമാവും ഓട്സും ഓരോ ടേബിൾ സ്പൂൺ വീതം, 1 ടീസ്പൂൺ പഞ്ചസാര, ഇത് 3 കൂടി നന്നായിട്ട് മിക്സ് ആക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇതൊരു തിക്ക് പേസ്റ്റ് ആക്കാൻ എത്ര റോസ് വാട്ടർ വേണോ അത്രയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി സ്ക്രബാണിത്. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ക്രബ് ഇടാം. ആദ്യം തന്നെ നമ്മൾ സ്ക്രബ് ഫേസിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു 3 മിനിറ്റ് നേരം നന്നായിട്ട് സ്ക്രബ് ചെയ്യാം. സർക്കുലർ മോഷനിൽ നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ചെയ്യും. അപ്പോൾ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻസ് പോവും, പിന്നെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പിന്നെ ലിപ്പിന് നല്ല കളർ കിട്ടും. ഒരുപാട് യൂസ് ഉണ്ട് ഇതുകൊണ്ട്. മാത്രമല്ല സ്കിന്നിലുള്ള എല്ലാ അഴുക്കും പോയിട്ട് നല്ല ക്ലിയർ ഫേസ് കിട്ടും. 3 മിനിറ്റ് നമുക്കിതിങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം. നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം. അടുത്ത സ്റ്റെപ്പ് പ്രീ ബ്ലീച്ച് ക്രീം ഇടുന്നതാണ്. അപ്പോൾ പ്രീ ബ്ലീച്ച് ക്രീം എല്ലാ ബ്രാൻഡിൻ്റെ കൂടെ കിട്ടുമെന്നുള്ള എനിക്കറിയില്ല. നമ്മുടെ ഈ ക്രീം ഒറ്റത്തവണ ഉപയോഗിക്കാനുള്ളത്, അതായത് ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒറ്റത്തവണത്തേക്കുള്ളതാണ്. അപ്പോൾ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് 1 മിനിറ്റ് നേരം നന്നായിട്ട് മസാജ് ചെയ്യുക. അപ്പോൾ ഫേസിലും കഴുത്തിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞ് 2 മിനിറ്റ് നേരം ഇത് നന്നായിട്ട് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ബ്ലീച്ച് ഇടുക എന്നുള്ളതാണ്.
അപ്പോൾ ഇതാണ് ഫെമ്മിൻ്റെ ഗോൾഡ് ബ്ലീച്ച്. ഇതൊരു സ്പെഷ്യൽ എഡിഷൻ ആണ്. ഇതിൻ്റെ കൂടെ പ്രീ ആൻഡ് പോസ്റ്റ് ബ്ലീച്ച് ക്രീം ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് ഒരു ഫെമ്മിൻ്റെ ക്രീമും അതിൻ്റെ ആക്ടിവേറ്റർ പൗഡറുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലീച്ച് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബ്ലീച്ച് ഇടുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ ഈ സംഭവം തയ്യാറാക്കി വെക്കുക. 5 അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് മുമ്പെങ്കിലും ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് കയ്യിലോ അതുപോലെ കഴുത്തിന് താഴെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പാച്ച് ടെസ്റ്റ് നടത്തുക. അപ്പോൾ ഇതിൻ്റെ കാറ്റലോഗിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഞാനിപ്പോൾ ഈ ബ്ലീച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ അഡീഷണൽ ആയിട്ട് 1-2 സ്റ്റെപ്പ് കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഈ ബ്ലീച്ച് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോസ്റ്റ് ആൻഡ് പ്രീ ബ്ലീച്ച് ക്രീമിൻ്റെ സാഷകളാണിത്. അപ്പോൾ ഇത് നല്ലൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു ഫുൾ ഫേസിനാണെന്നുണ്ടെങ്കിൽ ഇത് ഒറ്റ തവണ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇപ്പോൾ സ്പെഷ്യൽ പാർട്സ്, അതായത് ഈ രോമങ്ങൾ മാത്രമുള്ള ഏരിയസ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 തവണയായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിന്നത് ഫുൾ ഫേസിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ഗ്രാം ക്രീമിന് ഇത്ര ഗ്രാം ആക്ടിവേറ്റിംഗ് പൗഡർ എന്നാണ് കണക്ക്. അപ്പോൾ അതനുസരിച്ച് തന്നെ നമ്മളിത് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ കാറ്റലോഗിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് എടുക്കുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നല്ലൊരു ഗോൾഡൻ യെല്ലോ കളർ പൗഡർ ആൻഡ് ക്രീമാണ്. അപ്പോൾ ഈ ക്രീമിൻ്റെ ഈ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഈ പൗഡർ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മതി. വേറെ സെപ്പറേറ്റ് പാത്രത്തിലേക്ക് ഇടണമെന്നൊന്നും ഇല്ല. അപ്പോൾ ഞാനിവിടെ വേറൊരു പാത്രത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇടുന്നേ ഉള്ളൂ. അപ്പോൾ ഫുൾ ക്രീം എടുക്കണം. കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നുണ്ടല്ലോ, ഈ ബ്ലീച്ച് എപ്പോഴും ഉപയോഗിക്കുന്ന അത്ര നല്ലതൊന്നുമല്ല. മാസത്തിൽ ഒരു തവണ അത്രയും മതി. പിന്നെ ഇതിന് വില കുറവായതുകൊണ്ട് നമുക്ക് പാർലറിൽ പോയി ചെയ്യുന്ന ആ ഒരു അധിക ചിലവ് ഒഴിവാക്കാന്നുള്ള ഒരു യൂസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഒരു 5 മിനിറ്റ് നേരം അങ്ങനെ വെക്കണം. 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇത് ഫേസിലിടാം. അപ്പോൾ ഈവനായിട്ട്, അതായത് ഒരേ നിരപ്പിൽ വേണം ഇടാൻ. അപ്പോൾ നമുക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ടിടാം, അല്ലെങ്കിൽ കൈ വെച്ചിട്ടും ഇടാം. ഒരു കാര്യം പറയാൻ മറന്നു, നമ്മൾ ഇവിടെ ഒന്ന് ഇട്ട് നോക്കുക. ഇട്ടിട്ട് എന്തെങ്കിലും ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടണ്ട. അപ്പോൾ കണ്ണിന് താഴെ പുരികം, അപ്പോൾ നമ്മുടെ സൈഡിലുള്ള മുടി, ഇതിലൊന്നും ആവാതെ വളരെ സൂക്ഷിച്ച് നമുക്ക് ഈ ബ്ലീച്ച് ഇടാം. ബ്ലീച്ച് ഇട്ട് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ്, ഇതിനപ്പുറം പോകാൻ പാടില്ല. അപ്പോൾ 15 മുതൽ 30 മിനിറ്റിനുള്ളിൽ നമ്മൾ ബ്ലീച്ച് കഴുകണം. പ്ലെയിൻ വാട്ടറിലാണ് ബ്ലീച്ച് കഴുകേണ്ടത്. ഇപ്പോൾ ഫേസ് വാഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത്. 15 മിനിറ്റായി. അപ്പോൾ ഇതിങ്ങനെ വിട്ട് വരും. അപ്പോൾ നമ്മളിങ്ങനെ കയ്യിലെടുത്ത് നോക്കിയാൽ കണ്ടോ, കയ്യിൽ ഇങ്ങനെ വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലീച്ച് കഴുകി കളയാം. അതിന് മുമ്പ് ഞാൻ ഒരു ടിഷ്യൂ എടുത്തിട്ട് നന്നായിട്ട് തുടക്കുകയാണ്. അപ്പോൾ തുടച്ചാൽ തന്നെ ഇത് ഏകദേശം ഇങ്ങോട്ട് പോരും. അപ്പോൾ കഴുകാൻ നമുക്ക് എളുപ്പമായിരിക്കും. പിന്നെ ഈ ബ്ലീച്ച് ഉണ്ടല്ലോ ഈവനായിട്ട്, അതായത് ഒരേ നിരപ്പിൽ വേണം ഇടാൻ. പിന്നെ നമ്മുടെ ഫേസിൽ രോമ വളർച്ച കൂടുതലുള്ള ഏരിയാസ്, അതായത് നമ്മുടെ ചുണ്ടിന് മേലെയൊക്കെ, അവിടെ കുറച്ച് കട്ടിയിലിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ബ്ലീച്ച് എന്ന് വെച്ചാൽ ഭയങ്കര പെട്ടെന്ന് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ഇനി നമുക്ക് പോസ്റ്റ് ബ്ലീച്ച് ക്രീം ഇടാം. എന്നിട്ട് ഉണ്ടാതെ ഒരു ഭാഗത്തിരിക്കാം. അപ്പോൾ ഫേസിലും കഴുത്തിലും കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. 1 മിനിറ്റ് നേരം ഒന്ന് മസാജ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാരണ ബ്ലീച്ചാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുക. അതല്ല നിങ്ങൾ ഏതെങ്കിലും നാച്ചുറൽ ബ്ലീച്ച് ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീം ലാസ്റ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ബ്ലീച്ച് ഇടാൻ അറിയില്ല എന്ന് ഇനി പറയരുത്. അപ്പോൾ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബ്ലീച്ച് ഇട്ടാൽ വെയിൽ കൊള്ളരുത്. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ബ്ലീച്ച് ഇട്ട ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, ബ്ലീച്ച് എന്ന പ്രോസസ്സിന് ശേഷം പിന്നെ നമ്മൾ മുഖത്ത് സോപ്പ്, ഫേസ് വാഷ് ഇതൊന്നും ഇടരുത്. ഓക്കെ. പിന്നെ കടലമാവ് ഉപയോഗിക്കാം, കാരണം അത് നാച്ചുറൽ ആണല്ലോ. അപ്പോൾ കെമിക്കൽസ് ഉള്ള സാധനങ്ങളൊന്നും പിന്നെ അന്നത്തെ ദിവസം മുഖത്തിടരുത്, അടുത്ത ദിവസം ഇടാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഫേഷ്യൽ വീഡിയോ, നാച്ചുറൽ ഫേഷ്യൽ അല്ല, ഗോൾഡിൻ്റെ ഒരു ഫേഷ്യലിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.